തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. എങ്ങോട്ടാണോ? ഒരു കല്യാണം ഉണ്ട്. ആരെയാണോ? നിന്റെ കുഞ്ഞമ്മയുടെ. എന്താ വരുന്നുണ്ടോ? എന്റെ കുഞ്ഞമ്മയുടെ കല്യാണത്തിന് നമ്മള് പോവും. ഇപ്പോഴല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ആ സദ്യക്ക് ഉപ്പ് വിളമ്പും. പായസം വിളമ്പണമെന്നാ എനിക്ക് ആഗ്രഹം. ഇങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോ വന്ന് മുന്നിൽ ഇരുന്നോളൂ. ഇത്ര അപശകുനം പിടിച്ച കണി വേറെയില്ല. മതിയടി, നിർത്ത്. ഈ ഇടയായിട്ട് കുറെ നെകളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിനക്കൊരു തോന്നലുണ്ടായിരിക്കും സിദ്ധു പുറത്തു വന്നുകൊണ്ട് എല്ലാം ആയിരുന്നു. വെറുതെ നിന്റെ അർമാദമൊക്കെ അധികം വൈകാതെ ഞാൻ അവസാനിപ്പിക്കും. ഓ, ഇത് പറയാൻ തുടങ്ങിയിട്ട് നാള് വരെ ആയല്ലോ. ഇതുവരെ എനിക്കെതിരെ ഒരു ചെറു വിരൽ അനക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞോ? നിന്റെ മറ്റവൻ അകത്തു പോയൊന്നും മറന്നില്ലല്ലോ. അതുപോലെ തന്നെ ഇറങ്ങുകയും ചെയ്തല്ലോ. ഇറങ്ങാൻ പറ്റാത്തൊരു കയറ്റമുണ്ട്, അവിടേക്ക് ഞാൻ അവനെ പറഞ്ഞു വിടും. എടാ പമ്പര വിഡ്ഢിയായ ശരത്തെ, നിന്നെ തിരുത്താൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ആരാണെന്നറിയോ? ജീവിച്ചിരിക്കുന്ന ആളൊന്നും അല്ല, നിത്യയുടെ ആത്മാവ് നിന്റെ പുറകെ തന്നെ. അവള് നിന്നെ വിടില്ല, നീ സൂക്ഷിച്ചോ. ആത്മാവിനെ ഞാനൊരു ചെമ്പോടത്തിലാക്കും, എന്നിട്ട് കടലിലേക്ക് എറി. എന്നിട്ട് ആ തിര വരുമ്പോ അതിങ്ങനെ കരയിലോട്ട് തന്നെ കേറി വരും. അപ്പോഴോ? ഓ, നമുക്ക് നോക്കാം ആരെ തിര കയറി വരുന്നെന്ന്. എന്താ രണ്ടുപേരും കൂടി? ഇവരെന്നെ ഭീഷണിപ്പെടുത്ത മുത്തശ്ശി. നിത്യയുടെ ആത്മാവ് ഇറങ്ങിയിട്ടുണ്ടെന്ന്. എവിടെ? ഇവിടെ തന്നെ ഉണ്ട് മുത്തശ്ശി. അധികം വൈകാതെ നിത്യ കൊന്നവന്റെ പണി തീർക്കും. ഓ, എന്നെ ഉദ്ദേശിച്ച ഇവള് പറയുന്നത് എനിക്കറിയാം മുത്തശ്ശി. ഞാൻ തെറ്റുകാരനല്ലല്ലോ, അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല. എനിക്കും പേടിയില്ല. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. മുത്തശ്ശി, മണ്ടത്തരവാ അച്ഛനും ദേവിയും കൂടെ കാണിച്ചത്. എന്താ മോനെ? അവരെന്തിനാ പ്രേമയെ രക്ഷിക്കാൻ പോയത്? ശിക്ഷിച്ചില്ലല്ലോ മോനെ, രക്ഷിക്കല്ലേ ചെയ്തത്. ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പോകരുത്. അത് ശരിയാ മുത്തശ്ശി. പോലീസ് വിളിപ്പിക്കും ഇപ്പൊ എല്ലാരും. എന്തിനാ അവിടെ പോയി, അതും പാതിരാത്രിക്ക്? പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അവര് വിചാരിച്ച ആ കേസ് നമുക്കെതിരെ തിരിക്കാൻ പറ്റും മുത്തശ്ശി. പ്രേമയെ തട്ടിക്കൊണ്ടു പോയത് നിങ്ങളെല്ലാരും കൂടിയാണെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് സാധിക്കും. ദൈവമേ, അങ്ങനെ എങ്ങാനും അവര് ചെയ്യോ മോനെ? ഇനി ഒരു സത്യം പറയട്ടെ, അവരങ്ങനെ ചെയ്യും. 3 പേരാ പ്രതികള്: അച്ഛൻ, ദേവിക, പിന്നെ മുത്തശ്ശി. അതിന് ഞാൻ എങ്ങനെയാ പ്രതിയാവുന്നത്? ഞാൻ എന്ത് ചെയ്തു? മുത്തശ്ശി കൂട്ടുനിന്ന് പറഞ്ഞുണ്ടാക്കാനാണോ പ്രയാസം? ഈ വയസ്സാം കാലത്ത് മുത്തശ്ശി സ്റ്റേഷൻ ഇറങ്ങിക്കയറേണ്ടി വരുമല്ലോ ഭഗവാന്. പൊന്നുമോനെ, കരുനാക്ക് വളച്ചൊന്നും പറയല്ലേ. അന്ന് പോലീസ് അനാസ്ഥ കാണിച്ചു പറഞ്ഞോണ്ട് സത്യാഗ്രഹം കിടന്ന് ഓർമ്മയുണ്ടോ മുത്തശ്ശിക്ക്? അതിന്റെ ദേഷ്യം അവര് തീർക്കാതിരിക്കൂ. ഈ കേസിൽ മുത്തശ്ശിയും കൂടി അവര് പ്രതിയാക്കും. എന്നിട്ട് സ്റ്റേഷനിൽ കയറ്റി ചൂരില് കൊണ്ട് ഉള്ളം കാലിന് നല്ല അടി വരും. അനുഭവിക്കാനുള്ള അനുഭവിച്ചല്ലേ പറ്റൂ മുത്തശ്ശി. മുത്തശ്ശിയുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട്. കഷ്ടം. മക്കളെന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണെന്ന് പണ്ടുള്ളവര് പറയാറുണ്ട്. അത് 100% ശരിയാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്റെ മുജ്ജന്മത്തിലെ ഏറ്റവും വലിയ ശത്രു നീയായിരുന്നു. അമ്മക്കിപ്പോ എന്നാ വേണ്ടേ? നീ എന്നെ കൊലയ്ക്ക് കൊടുക്കോടാ. അതല്ലല്ലോ എന്റെ പണി. അങ്ങനെ ചെയ്യുന്ന ഒരുത്തനുണ്ടല്ലോ അപ്പുറത്ത്, അവനോട് പോയി ചോദിക്ക്. മതിയടാ അവനെ കുറ്റം പറഞ്ഞത്.
നീ ചെയ്തതുപോലത്തെ ദ്രോഹമൊന്നും അവൻ എന്നോട് ചെയ്തിട്ടില്ല. അതിനിപ്പോ ഞാൻ എന്നാ ചെയ്തെന്നാ? എടാ, നീ എന്തിനാ പ്രേമയെ രക്ഷിക്കാൻ പോയത്? രക്ഷിക്കാതെ പിന്നെ? അത് ചെയ്യരുതായിരുന്നു. പോലീസ് വിളിപ്പിച്ചാ നീ എന്ത് ചെയ്യും? പോലീസ് എന്തിനാ അമ്മ എന്നെ വിളിപ്പിക്കുന്നേ? നിന്നെ മാത്രമല്ല, എന്നെയും വിളിപ്പിക്കും. എന്തിനാ? ചോദ്യം ചെയ്യാൻ. എന്നെ വിളിപ്പിക്കുമായിരിക്കും. അമ്മയെ വിളിപ്പിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാകാത്ത. ഓ, ശരത്ത് വിളിച്ച് പേടിപ്പിച്ചല്ലേ? എന്റെ അമ്മ ഇത്ര മണ്ടിയായി പോയല്ലോ. കാണാതായ സ്ത്രീയെ കണ്ടുപിടിച്ചവനാ ഞാൻ. എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മെഡലാ തരേണ്ടത്. മെഡല്. മെഡലല്ല, മടലാ തരാൻ പോകുന്നത്. ഓ, അത് വെട്ടി നിന്റെ പുറന്നോക്കി അവരടിക്കും. അപ്പൊ നിനക്ക് മനസ്സിലാവും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്താലുള്ള കുഴപ്പം എന്താന്ന്. അങ്ങനെ പോലീസുകാർ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ അമ്മേ, ഞാനങ്ങ് സഹിച്ചോളാം. സഹിച്ചല്ലേ പറ്റൂ. എല്ലാം ചെയ്തു പോയില്ലേ. ദേ, ഇനി മേലാൽ ഇതുപോലുള്ള എന്തെങ്കിലും തോന്നിയാസം നീ കാണിച്ച എന്റെ സ്വഭാവം മാറും. പ്രേമയെ കണ്ടുപിടിച്ചു. ഇനി ഒരാളെയും കൂടെ കണ്ടുപിടിക്കാനുണ്ടെന്ന് അമ്മയ്ക്കറിയാലോ. അത് തടയാനാ ശരത്ത് വന്ന് അമ്മയെ പേടിപ്പിച്ചത്. ദേ, ആ ശരത്തിനോട് ഇന്ന് പറഞ്ഞേക്ക്, എന്തു വന്നാലും ഞാൻ പാർവതിയെ കണ്ടുപിടിക്കുമെന്ന്. അതിനുള്ള അന്വേഷണം ഞാൻ നിർത്താൻ പോകുന്നില്ല. അധികം വൈകാതെ പാർവതിയും പുറത്തു വരും. അവള് പുറത്തു വരുമ്പോ ഞാൻ അകത്താകാതിരുന്നാ മതിയായിരുന്നു. ജയിലേ തറവാടികൾക്കുള്ളതാ അമ്മേ. അങ്ങനെ അങ്ങ് പേടിച്ചു പോയാൽ പറ്റത്തില്ലല്ലോ.